ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോ ശുദ്ധമായ കറ്റാർ വാഴ ജെല്ല്, അതായത് അലവേര ജെല്ല് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നതാണ് കേട്ടോ. ഇപ്പോൾ കടയിൽ നിന്നും ഒത്തിരി ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ജെല്ലിൽ പല കെമിക്കൽസും ചേർന്നാണ് വരുന്നത്. അതിൽ കറ്റാർ വാഴയുടെ അംശം എത്ര ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു 2 തണ്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ശുദ്ധമായ ജെല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതാ 2 തണ്ട് അങ്ങ് ഫ്രഷ് ആയത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിലിതാ കണ്ടില്ലേ, ഒരു മഞ്ഞ കറയുണ്ടാവും. ആ കറ ഒരിക്കലും നമ്മൾ എടുക്കരുത് കേട്ടോ. അപ്പോൾ അതൊരു ഭാഗത്ത് ചാരി അങ്ങ് വെക്കുക. അതിൻ്റെ കറ ഫുള്ളായിട്ടും പോവട്ടെ. അപ്പോൾ ആ കറ എങ്ങാനും പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ചൊറിച്ചിലായിരിക്കും കേട്ടോ. അതൊരു കാരണം കൊണ്ടും നമ്മുടെ ദേഹത്ത് പറ്റാൻ പാടില്ല. അതുകൊണ്ട് ആ കറ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതാ കണ്ടില്ലേ, കറ ആ പാത്രത്തിൽ ഫുള്ളായിട്ട് കറയുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി അങ്ങ് കൊണ്ടുവരാം കേട്ടോ. അതാ ഞാനിതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നല്ല തണുത്ത വെള്ളത്തിലോട്ട് അതങ്ങ് മുറിച്ചെടുക്കാൻ നമുക്ക് പീസാക്കി അങ്ങ് ഇടാം കേട്ടോ. അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. മുഖക്കുരു മാറാനും ചെറിയ പൊള്ളലുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം, സൺബേൺ ഉണ്ടായാൽ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അതിന് ഏറ്റവും പരിഹാരമായിട്ടുള്ള ഒന്നാണ് ഈ കറ്റാർവാഴ ജെല്ല് കേട്ടോ. തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, അതായത് സൊറിയോസിസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഒത്തിരി ഒത്തിരി നല്ലതാണ് കേട്ടോ. ഗുണമുണ്ടെങ്കിലും അതിൻ്റേതായ ദോഷവും ചിലതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. കഴിച്ചാലുള്ള ദോഷങ്ങളാണ് കേട്ടോ. അളവിൽ കൂടുതൽ എന്തോ ആയാലും അത് പ്രശ്നം തന്നെയാണല്ലോ. അപ്പം ഇനി നമ്മുടെ മുഖസൗന്ദര്യം എന്ന് പറയുമ്പോൾ വെളുക്കാനുള്ളതല്ല കേട്ടോ. നമ്മുടെ എന്നും ദൈവം തന്ന ഒരു എന്താ പറയുക, ഒരു നിറം നമുക്ക് ഉണ്ടാവും അല്ലേ. അതെന്നും നിലനിർത്തി കൊണ്ടുപോകാനും ചർമ്മത്തിനൊരു തിളക്കമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു വസ്തുവാണെങ്കിലും ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കത്തി കൊണ്ട് ഞാൻ പതുക്കെ അത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ 2 ഭാഗത്തുള്ള ആ മുള്ള് ഒന്ന് കളഞ്ഞ് കത്തി കൊണ്ട് എടുക്കാം കേട്ടോ. പിന്നെ സ്പൂണ് കൊണ്ടാണേലും നമുക്ക് വളരെ ഈസി ആയിട്ട് ആ പൾപ്പ് അങ്ങ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ വെള്ളത്തിൽ കിടന്ന കറ്റാർ വാഴയെ ഓരോന്നായിട്ട് ഞാനിത് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞതാണ്ടില്ലേ, സ്പൂണ് കൊണ്ട് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം കേട്ടോ. കണ്ടോ? അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലോട് കൂടി ഒന്ന് അടിക്കുക, ലൈക്കും ഷെയറും കൂടി ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യണം. ഇനി ഇതാ എല്ലാം ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. വെള്ളത്തിൽ അങ്ങനെ തന്നെ എടുക്കരുത്. അതിനൊരു ഒരു പശ ഉണ്ടാവും കേട്ടോ. ആ പശ ഫുള്ളായിട്ട് അങ്ങ് പോവണം. അപ്പോൾ ഇതാ അതൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ച് ഞാനതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ഞാനിതാ ഇങ്ങനെ ഒരു ചെത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതിൻ്റെ അടിഭാഗത്ത് തെളിയുന്ന ആ ഒരു സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കാം. ആ വെള്ളമൊക്കെ അങ്ങ് എന്താ പറയുക, ഊറി അങ്ങ് വരട്ടെ കേട്ടോ. പിന്നെ ഈ സമയം കൊണ്ട് ജാറൊക്കെ കഴുകി നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ചിരിക്കുന്ന അലവരയുടെ പീസ് നമുക്ക് അതിനകത്തോട്ടിടാം. ഇനി സ്പെഷ്യലായിട്ട് ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു പനിക്കൂർക്കയുടെ ഒരു കുഞ്ഞിതളുകൾ കേട്ടോ. ആ കുഞ്ഞ് ഇലകളും ഒരു 2 തുളസി ഇലയും അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഒരു 2 തണ്ടും കൂടിയിട്ട് ഇടുന്നു കേട്ടോ. ഇതിട്ടാൽ നല്ല സ്മെല്ല് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു നേരിയ പച്ച നിറമായിരിക്കും നമ്മുടെ ജെല്ലിന് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അരിച്ച് മാറ്റാം. ഇതാ കണ്ടോ, അരിപ്പിയിലോട്ട് ഒഴിച്ച് ഞാൻ അരിച്ചങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് തൊലിപ്പുറത്ത് എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജെല്ലെടുത്ത് പുരട്ടിയാൽ മതി കേട്ടോ. യാതൊരു വിധത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അലോവേരയുടെ ജെല്ലെന്ന് പറയുന്നത്. അപ്പം ഞാനിതാ പതുക്കെ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് തെളിയൊക്കെ അങ്ങ് ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ അടിയിലുള്ള ആ ഒരു സ്റ്റാർച്ച് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പച്ചവെള്ളം ഇതിൽ ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാനിതാ കുറച്ച് റോസ് വാട്ടർ അതിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ജെല്ല് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറിക്ക് ഉപയോഗിക്കുന്ന ചട്ടിയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അത് ആ ഗ്യാസൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് ഇത് അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ, ലോ ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ അത് ചെറുതായിട്ടങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ആ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കട്ട പിടിക്കരുത്. ചെറുതായി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ലിക്വിഡിൻ്റെ ഷേപ്പിൽ ഒരു മാറ്റം വരും കേട്ടോ. നല്ല ജെല്ല് രൂപത്തിലായിട്ട് അത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ജെല്ല് നമ്മൾ എന്ത് ചെയ്യുക, മുഖത്ത് കേട്ടോ, ഡെയിലി മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ രാത്രിയൊക്കെ നമ്മൾക്കത്
തേച്ചിട്ട് നമുക്ക് കിടക്കാം. കണ്ണിനടിയിൽ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ, മുഖത്ത് കറുത്ത പാടുകളുണ്ടെങ്കിൽ, പിമ്പിൾസ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ഉപയോഗിക്കാം. യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. കൊതുകൊക്കെ കടിച്ച് പാടുകളും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉപയോഗമുള്ള ഒന്നാണ് ഈ കറ്റാർവാഴയുടെ ജെല്ല്. പിന്നെ ഇതിൽ പനിക്കൂർക്കയുണ്ട്, ആര്യവേപ്പിലയുണ്ട്, തുളസിയുണ്ട്. അതൊന്നും നമ്മുടെ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള കേടും ഇല്ല കേട്ടോ. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചും നമുക്ക് ശരീരത്തിന് ഒത്തിരി ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. മുഖത്തിൻ്റെ ഷൈനിങ് ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നും സഹായിക്കും. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. ഒരു വിധത്തിലാവുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം, തീയൊക്കെ അങ്ങ് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇതിൽ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ട് ഏകദേശം ഇതൊരു 10 ദിവസമൊക്കെ നമുക്കത് പറ്റും കേട്ടോ. 10 ദിവസത്തേക്ക് ഉപയോഗിക്കാവുന്നതാണുള്ളത്. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. കണ്ടോ, അപ്പോൾ നമുക്ക് ആ ഒരു ജെല്ലിൻ്റെ പരുവത്തിൽ ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനിയാണ് നമ്മൾ നന്നായിട്ട് നമ്മൾക്ക് സ്പൂണ് കൊണ്ട് തവ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇളക്കി അങ്ങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ തീ ഓഫിലാണ് ഇട്ടിരിക്കുന്നത്. ഈ ഇളക്കലിൽ വല്ല കട്ടയോ തൈരിയോ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടി പ്യുവറായിട്ടുള്ള ജെല്ലായിട്ട് ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതാ ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു ബൗളിലോട്ട് അങ്ങ് മാറ്റുന്നുണ്ട്. കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പ്യുവറായിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ല് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. ഓക്കേ. ഞാനിതാ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ല്. ഓക്കെ. ഞാനിതാ ബാക്കി വന്നത് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് തേച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ദേഹത്ത് അബ്സോർബാവും. കയ്യിലാണെങ്കിലും ശരി, മുഖത്താണെങ്കിലും കഴുത്തിലാണെങ്കിലും കഴുത്തിലുള്ള കറുത്ത പാടുകൾ നീങ്ങാൻ വേണ്ടിയിട്ട്, മുഖക്കുരു, ടാന് എല്ലാം മുഖത്തൊക്കെ ഉള്ള എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് കറ്റാർവാഴയുടെ ജെല്ല്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബാവും കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് ആ ബാക്കി വന്നത് അങ്ങ് കയ്യിലങ്ങ് എടുത്ത് തേച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കറ്റാർവാഴ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഉണ്ടാക്കാതിരിക്കരുത്. ഇതുണ്ടാക്കി അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി നമ്മൾക്ക് ഒരു എന്തെങ്കിലും ഒരു ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അങ്ങ് മാറ്റി വെക്കുക കേട്ടോ. ഒരു കുറച്ച് ദിവസമൊക്കെ പുറമേ ഇരിക്കും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് അങ്ങ് മാറ്റി അങ്ങ് വെക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ തൽക്കാലം നിങ്ങളിൽ നിന്നും പോകുന്നു നിങ്ങളിൽ ഒരാളായ ഞാൻ. അപ്പോൾ എല്ലാവർക്കും എന്നും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഓക്കെ, ബായ്.